ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ പുതിയൊരു ഗെയിമാണ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. നമ്മളന്ന് പറഞ്ഞായിരുന്നല്ലോ കുറച്ച് പുതിയ ഗെയിമൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതൊക്കെ കളിച്ചു തുടങ്ങണമെന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, വെൽക്കം ടു സൂപ്പർ മാർക്കറ്റ്. അതൊന്നും വായിക്കണ്ട. ഓക്കെ, നമുക്ക് അതൊക്കെ ഓക്കെ അടിച്ച് നമുക്ക് ഡയറക്റ്റ് നേരെ ഷോപ്പിലേക്ക് കയറാം. നല്ലോണം ചാടാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. സെറ്റായിട്ട് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ട്. ഓ കൊള്ളാം. ഇതേ കൂട്ടി ചാടുന്നൊരു പ്ലെയർ ഉണ്ട്, നിങ്ങൾക്കറിയാവോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇത് ആരുടെ ഇത്? ഇവൻ റൊണാൾഡോ സെറ്റ് ഓട്ടമൊക്കെ ഓടുന്നുണ്ടല്ലോ, നല്ലോണം ചാടുന്നുണ്ട്. ഓക്കെ, നമുക്ക് വണ്ണ് നിർത്തി നമുക്ക് അകത്തേക്ക് കയറാം. ഓക്കെ, അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇത് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ ഇതൊക്കെയോ അതിലാണോ? അല്ലല്ലോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഓ, വല പിടിക്കാനായിട്ട് എന്താ ഇങ്ങനെയൊക്കെ? ഇത് എങ്ങനെയാ ചെയ്യുന്ന നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, ഇത് നോൺ കൊടുത്തു നോക്കാം. ഓക്കെ, ഓ അങ്ങനൊന്നും അല്ല ഗൈസ്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഇത് എങ്ങനെ ഇത് നോക്കണമല്ലോ. ആ ഗൈസ്, ഓക്കെ, അത് വിട എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ലോക്കൽ റൂം. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിനകത്ത് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ നിൽക്കിയപ്പം വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ നിൽക്കാം. മാർക്കറ്റിലാണ് സാധനങ്ങളെല്ലാം നോക്കാം. ഓക്കെ, നമുക്ക് കണ്ടോ 50 കോയിനുണ്ട്. ഓക്കെ, സമയം രാവിലെ 8 മണിയാണ്. ഓക്കെ, നമുക്കെല്ലാം കൊടുക്കാം. സ്ലൈസ്ഡ് ബ്രെഡ് 2 എണ്ണം കൊടുക്കാം. ഓക്കെ, 23 രൂപ. ഓക്കെ, ആഡ് ടു കാർട്ട്. കുറേ സാധനങ്ങൾ നമുക്ക് ആഡ് ടു കാർട്ടിലോട്ട് ഇടണം. ഓക്കെ, ഫ്ലവർ ആഡ് ടു കാർട്ട് ഡബിൾ ആക്കിയിട്ട് ആഡ് ടു കാർട്ടിലൊക്കെ കൊടുക്കാം. ഓക്കെ ഓക്കെ, കോൺഫ്ലവറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റിൻ്റെ വെളിയിൽ പോയിട്ടാണ് ആട്ടുകാട്ട്? അല്ലല്ല, മുകളിൽ ആട്ടുകാട്ട്. ഓക്കെ, 60 രൂപ കാണിക്കുന്നു. 68 പൈസ കുറയ്ക്കണമെന്നാണ് കാണിക്കുന്നത്. 6 രൂപ. അന്നേരം നമുക്ക് ഇനി ഓക്കെ ആ സ്ലൈസർ ബ്രെഡും ഒക്കെ ഇതാക്കി ഓക്കെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇറങ്ങി ഇട്ട് നോക്കാം. ഓക്കെ, അതുകൊണ്ട് കുറേ പെട്ടികൾ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ സാധനമാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ഇടയ്ക്കുന്നാണ് പിക്ക് ചെയ്തത്, വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം. ഓക്കെ, ഈ സാധനം എങ്ങനെ പ്ലേസ് ചെയ്യുന്നത്? അവിടെ വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റൊക്കെ കൊടുത്തു നോക്കും, ചിലപ്പം വീണാലോ. വയസ്സ് അങ്ങനെയൊന്നും അല്ല. ഓക്കെ, നമുക്കിനി തിരിച്ച് വീണ്ടും കയ്യിലേക്ക് തന്നെ എടുക്കാം. അങ്ങനെ ഇവിടെ താഴെ ഇടട്ടെ, ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതിയോ? അങ്ങനെ പരിപാടി ഇത് ഭയങ്കര ഇതാണല്ലോ. ഓക്കെ, നമ്മുടെ താഴെ വെച്ചു ഇങ്ങനെയാണോ? ഓ അല്ല, ഇത് ഭയങ്കര ഇതാണല്ലോ. അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് സാധനം താഴെ വീണ്. അല പിടിക്കാൻ ഇത് എങ്ങനെയാണ്? ഒന്നും കൂടെ പിക്ക് ചെയ്യാൻ. അതവിടെ കിടക്കട്ടെ, അടുത്ത സാധനം പോയി നോക്കാം, അത് കിട്ടുമായിരിക്കും. ഏറ്റവും മുകളിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, പാസ്തയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഗായ്സ് ആ സുനാമി നിൽക്കിയപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വന്ന്. ഓക്കെ, ഇനി അതിൽ ഒന്നും കൂടെ നിൽക്കുമ്പോൾ തന്നെ റീപ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതവിടെ കൊണ്ട് കളയും, ഇവിടെ തന്നെ ഇടാൻ ഒരു സൈഡിലേക്ക്. വേണ്ട, വേസ്റ്റ് ബിന്നുണ്ട്, വേസ്റ്റ് ബിന്നിലേക്ക് ഇടാം. വേസ്റ്റ് ബിന്നിലാണ് ഇട്ട. ഓക്കെ, അടുത്തതും അത് തന്നെ, പാസ്ത സെയിം സാധനം. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് മുമ്പേ വെച്ചേ? അല്ല, എങ്ങനെയായിരുന്നു? മറന്നു പോയല്ലോ. താരെയൊക്കെ കൊണ്ടെടുത്ത് ഇടന്ന്. ഇവിടെ സാധനത്തിന് പൈസ ഉള്ളതാണോ? എടുത്ത് എറിയുന്നു വയ്യേ. ഇതെന്തോ പിന്നെ അവിടെ ക്ലോസ് ചെയ്തിട്ട് മണ്ടൻ. ഞാൻ എന്നെ തന്നെ അന്നല്ലേ കിടന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് അതിൽ തന്നെ ഓപ്പൺ ചെയ്തതിൽ തന്നെ വയ്ക്കാൻ മതിയായിരുന്നല്ലേ, മറന്നുപോയി. ഓക്കെ, അന്നേരം സാധനം എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന് പൈസ കൊടുക്കണം. ഓക്കെ, നമുക്കിനി അത് പൈസ കൊടുക്കാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ, അതിനിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, നമ്മളിനി അതിൻ്റെയൊക്കെ പൈസ കൊടുക്കണം. ഓക്കെ, പൈസ നമ്മൾ ആദ്യം ബ്രെഡിന് എത്ര രൂപയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്തോ ചെയ്യും? ചാടിയൊക്കെ നോക്കണം. നമുക്കൊരു 13 രൂപ കൊടുക്കാം. ഓക്കെ, ഓക്കെ എല്ലാത്തിനും. ഓക്കെ, മറ്റേതിന് പാസ്തക്ക് എത്ര ആയിരുന്നു റേറ്റ്? ഓക്കെ, പാസ്തക്ക് ഒന്നിന് 7 രൂപ. അന്നേരം നമുക്കൊരു 8-9 രൂപ കൊടുക്കാം. ഓക്കെ, അന്നേരം നമ്മളിതിന് ഒരു 9 രൂപ കൊടുത്ത്. ഓക്കെ,
9 രൂപ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ബിസ്മീൻ ചൊല്ലി കടയങ്ങ് തുറക്കാം. ഓക്കെ, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഇതാ കട നമ്മൾ തുറന്നിരിക്കുന്നു. ഓക്കെ, ഇനി ആൾക്കാർ വരട്ടെ. ഇനി ഇതിനകത്തോട്ട് ഇരിക്കണമല്ലോ. ഓക്കെ, ഇനി ഇത് ഇരിക്കണം. ഓ ഇനി എങ്ങനെ ഇരിക്കുന്ന ഇത് പനിയാണ് കായ്സ്. ഇനി എങ്ങനെ ഇത് ഇരിക്കുന്നത്? ഓക്കെ, ഇതെടുത്തിട്ട് അതിലാണോ എങ്ങനെ ഇത് ഇരിക്കുന്നത്? അതുകൊണ്ട് ആൾക്കാർ കണ്ടോ പാസ്തയ്ക്ക് ടു എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. എന്തുവാടാ പാസ്തയ്ക്ക് നമ്മൾ അത്ര പൈസ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. എച്ചിയോടെ വന്നല്ലോടാ എല്ലാ എണ്ണവും. എന്തോ ചെയ്യാനാന്ന് പറ, എല്ലാ എണ്ണവും അങ്ങ് എച്ചിയോടാ. ഓക്കെ, നമ്മളത് അതിനകത്ത് എത്ര രൂപയായിരുന്നു? ഓ അതിനകത്ത് 6 രൂപയായിരുന്നല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 6 എത്ര കൊടുക്കും? 7 മാറ്റണം. 6 നമുക്ക് മാറ്റി 6.99. കണ്ടോ, നമ്മളൊരു പൈസ നമ്മൾ നഷ്ടം. ഒരു പൈസ നഷ്ടം. അവിടെ ആരും വരുന്നില്ലല്ലോ. ഒരു മുട്ടത്തലയും കോട്ടിട്ടവൻ വരുന്നുണ്ട്. ഓക്കെ, മുട്ടത്തലേനാണ്. ഓക്കെ, വേണ്ട. ഓക്കെ, മുട്ടത്തലേൻ ഇതാ നടന്നു വരികയാണ്. ഇതാ ടും 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 ടും. ഇതാ കാശുകാരനാന്ന് തോന്നുന്നു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുമ്പുള്ളവൻ. എടാ നിൻ്റെ കോട്ടിൻ്റെ ഒരു പൈസ പോലും ഇല്ല അതിന്. ടു എക്സ്പെൻസീവ്. എടാ ഇച്ചിരി പൈസ ഉണ്ടോ? എനിക്ക് വലിയ ലാഭം വേണ്ട. ഇവിടെ അടുത്ത് എച്ചി വന്നിട്ടുണ്ടോ? എക്സ്പെൻസീവാണ്. ഇതൊക്കെ എന്തൊരിതാന്ന് പറ. എന്തൊരിതാ അത്? ഇങ്ങനെ കൊണ്ടൊരിത് അല്ലേ? അതുകൊണ്ടായിപ്പോയി. ഇത് ഒരുത്തനൊന്നും മേടിക്കത്തും ഇല്ല. ചുമ്മാ വന്ന് എല്ലാത്തിൻ്റെ പൈസ നോക്കിയിട്ട് പോവാൻ മാത്രം എല്ലാം അണത്തിന് അറിയാം. 11 രൂപ ആക്കി നമ്മൾ 13. എന്തോ ചെയ്യും? പക്ഷേ സാധനമൊന്നും വിറ്റ് പോകുന്നില്ലല്ലോ. 99 മാറ്റാം. 6.42 ആക്കാം. ഓക്കെ അന്നേരം ഓക്കെ നല്ലൊരു പെങ്കൊച്ചൊക്കെ വന്ന് എല്ലാം എണ്ണം എച്ചികളാന്നല്ല. അടുത്ത കറുത്തച്ചി മോണ്ട വന്നിട്ട് പോയി. നാറുകളെ എല്ലാ എണ്ണവും കൂടെ ഭയങ്കര ശല്യമാണ്. എല്ലാ എണ്ണവും കൊണ്ടോ എല്ലാത്തിനും പൈസ ഇനിയും മറ്റേതൊക്കെ ഇടണമല്ലോ. ഓ ഗായ്സ്, ഇത് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളത് നോക്കിയില്ല. അത് ആവറേജ് കോസ്റ്റ് വെച്ച് നമ്മൾ ഇതാക്കുന്നത്. എല്ലാം പൈസ കൊടുക്കണം. ഓക്കെ, നമ്മൾ പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് അങ്ങനെ ഇരിക്കുന്നതെന്നാണ് എനിക്കിനി മനസ്സിലാവാത്തത്. ചെക്കൗട്ടൊക്കെ ആക്കിയെന്ന് പറയുന്നത് ഇവിടെ എന്താ? ഓക്കെ, ഇതാണ്ട് സാധനം വലിച്ചുകൊണ്ട് പോകുന്നു. അവിടെ തന്നെ നോക്ക്. ആണ്ട്രാ അത് ആ പെട്ടിയിലാക്കി. അങ്ങനെ ഇത്ര വലിയ സാധനം ഇത്തിരി കൊണ്ടം പെട്ടിക്കകത്ത്. എന്തോ വലിയ ഐസക് ന്യൂട്ടൻ്റെ കൊച്ചുമോനാന്ന് തോന്നുന്നല്ലോ. അപ്പോൾ നമുക്കിനി അത് കയറി ഇരിക്കണം. ഓക്കെ, നമ്മളെങ്ങനെ ഓക്കെ കഴിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇനി അത് ഇരുന്ന് ഓക്കെ ഇനി സാധനം എല്ലാം ക്യാഷ് ചെയ്തിട്ട് ഓക്കെ കാശിന് ഒരു സാധനം അങ്ങനെ തന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ഇനി ബാക്കി എന്താ റിസീവറും ടോട്ടല് ചേഞ്ചാന്ന് തോന്നുന്നു 6.80. ഓക്കെ, അന്നേരം 6 രൂപ. ഒരു 5 കൊടുക്കാം, ഒരു $1 കൊടുക്കാം. ബാക്കി ഒരു 50 കൊടുക്കാം. അല്ല 25 പിന്നെ ഒരു 5. ഓക്കെ, കറക്റ്റായി. നമുക്കിനി എൻ്റർ കൊടുക്കാം. ഓക്കെ, അങ്ങനെയെല്ലാം ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത കാർഡ്. അടുത്തൊരാൾ വന്നിട്ടുണ്ട്. ഇയാൾ ഇതെന്തോ ഇതിന് സാധനം വെച്ചേക്കുന്നത്? കാർഡിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത ആൾ വന്നിട്ടുണ്ട്. അയാൾ കാർഡാണ് തന്നേക്കുന്നത്. അത് നെക്കി ഇത് വെച്ചിട്ടുണ്ട്. കാർഡിൽ നമുക്ക് പൈസ അല്ലാതെ ഇച്ചിരി കൂടുതൽ അടിക്കാൻ പറ്റുമോ? അത് നോക്കണമല്ലോ. ഇച്ചിരി അല്ലാതെ ഇച്ചിരി തോനെയൊക്കെ അടിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കണം. നമ്മുടെ ലക്ഷ്യം ഇന്ന് ഇച്ചിരി തോനെ ഉണ്ടാക്കണം. കണ്ടോ 9 മണിയായി. ഇന്നൊരു 8 സംതിങ് ആക്കണം. ഇന്ന് മേടിച്ചതിൻ്റെ ഇരട്ടി ഉണ്ടാക്കണം. ഓക്കെ, ഒരു 4 രൂപ കൊടുത്ത് നോക്കാം. ഓക്കെ, ഇൻകറക്റ്റ് പേയ്മെൻറ്റോ കറക്റ്റ് കൊടുക്കണമെന്ന് തോന്നുന്നില്ല. നമുക്കൊരു 5 ഇത് കൂടെ കൂടുതലാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, 3.45 കൊടുക്കാം. ഓക്കെ, അത് ഇൻകറക്റ്റ് പേയ്മെൻറ്റോ കറക്റ്റ് കൊടുക്കണം. വലിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് എല്ലാം. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് വാ. നിങ്ങളപ്പോഴത്തേക്കും ഇത് ഞാനെല്ലാം കൊടുത്തിട്ട് വരാം. ഓക്കെ, അന്നേരത്തേക്കും നിങ്ങൾ
ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് വെച്ചേരാം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം രാത്രിയായി, എല്ലാം കഴിഞ്ഞിപ്പോൾ നോക്കി നമുക്ക് 55 ഉണ്ട്. ഓക്കെ, അന്നേരം ഇപ്പോൾ രാത്രി 8 മണിയായി. ഓക്കെ, സാധനം എല്ലാം തീർന്നു. അതുകൊണ്ടൊരുത്തം വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നു. സാധനമൊന്നും ഇല്ലെന്നൊക്കെ കാണിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയായിരുന്നു? ഇന്ത്യ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓപ്പൺ ആയുള്ളത് ക്ലോസ് ആക്കി വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനം എല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചേക്കാം. അന്നേരം നാളെ രാവിലത്തേക്ക് സാധനം എല്ലാം കിട്ടുമല്ലോ. ഓക്കെ, സാധനം എല്ലാം നമുക്കൊന്ന് ഓർഡർ ചെയ്ത് ഇത് 2 എണ്ണം കൊടുത്തേക്കാം. ഇത് കോൺഫ്ലവർ ഉണ്ടോ? 55 രൂപ ഉണ്ടാക്കി. 5 രൂപ നമ്മൾ എക്സ്ട്രാ മേടിച്ച് കൊണ്ട് 66 രൂപയുടെ സാധനം നമ്മളിപ്പോൾ മേടിച്ച് കണ്ടോ. 62 രൂപ, 6 രൂപ നമുക്ക് നഷ്ടമാണ്. സാധനം ഇല്ല നമ്മുടെ പൈസ 6 രൂപ. നമ്മളിപ്പോൾ ഇനി കുറച്ച് ഒരു സാധനം ഇതാക്കി. ഓക്കെ ഗൈസ്, അങ്ങനെയെല്ലാം ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഉള്ളതെല്ലാം ആട്ടുകാട്ട് കിടപ്പുണ്ട്. അത്രയും സാധനം മതി. 63 71 അവനൊന്നും ഇല്ലടാ, പൈസ ഇല്ല. 50 സംതിങ് ഡോളർ. കുറച്ചേ ഉള്ളൂ. 48 രൂപ പർച്ചേസ്. അയ്യോ, 9 മണിക്ക് ശേഷം ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അന്നേരം നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അന്നേരം ഇപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.